ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ചട്ടിച്ചോറാണ്. ഈ റീൽസിലും ഷോർട്സിലൊക്കെ ചട്ടിച്ചോറ് കാണുമ്പോൾ എല്ലാവർക്കും തോന്നില്ല ഒന്ന് കഴിച്ചു നോക്കണമെന്ന്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനിവിടെ ചട്ടിച്ചോറിലേക്കുള്ള ഫിഷൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഞാനിവിടെ അയിലയും ചെമ്മീനുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടിലേക്കും ഒരേ മസാല തന്നെയാണ് ചേർക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകം പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. മസാലയൊക്കെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇനി നമുക്കതൊരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഞാൻ ചട്ടിച്ചോറിലേക്ക് ഉണ്ടാക്കുന്നത് ചമ്മന്തിയാണ്. നമ്മുടെ ഇവിടെ മിക്സിയിലാണ് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കുന്നത്. മിക്സി ഇല്ലാതെ കല്ലിൽ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. നമുക്കിവിടെ വേറെ ഓപ്ഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാം. പിന്നെ ഒരൽപ്പം മുളക് പൊടിയും ചെറിയ പീസ് പുളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഈ മിക്സിയുടെ സെയിം ജാറിൽ തന്നെ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് നമ്മൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കുന്നുണ്ട്, അതിലേക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങയും കൂടെ ക്രഷ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ക്യാബേജ് ഞാൻ എടുത്തിട്ടുണ്ട്, ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഈ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജിലേക്ക് ഒരല്പം കറിവേപ്പിലയും ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു സവാളയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചട്ടിച്ചോറിലേക്ക് എന്തൊക്കെ റെസിപ്പീസ് വേണമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഏതൊക്കെ മീൻ വേണം, എന്തൊക്കെ തോരൻ ഏതൊക്കെ വേണം, കറി എന്തെങ്കിലും വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാം. പിന്നെ നമുക്കപ്പം ക്യാബേജ് തോരൻ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കടുകും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കുന്നു. അതിൽ നമുക്ക് വറ്റൽമുളക് ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നമ്മുടെ തിരുമ്മി വെച്ചിട്ടുള്ള ക്യാബേജും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നേരത്തെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്കും ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്യാബേജ് തന്നെ സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ ഫിഷൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഞാൻ അയിലയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡ് നന്നായിട്ട് മുരിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം. ഈ സെയിം എണ്ണയിലേക്ക് തന്നെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചെറിയ ചെമ്മീനാണ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പൊരിച്ച് കഴിയുമ്പോൾ കഴിക്കാനായിട്ട്. അപ്പോൾ അത് ആ ചെമ്മീനൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല മൊരിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്കിത് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ചട്ടിച്ചോറിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഓംലെറ്റ്. അപ്പോൾ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഓണിയനും പച്ചമുളകും കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ചട്ടി ചൂടാവുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പം നമ്മുടെ അപ്പുറത്തെ സൈഡും കൂടി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീൻ കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന തേങ്ങ അരച്ച ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഓണിയൻ, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരല്പം പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ച് നമുക്കവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് 2 പച്ചമുളകും ഒരു തക്കാളിയുടെ പകുതി, ഞാൻ കുറച്ച് പീസേ മീൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു തക്കാളിയുടെ പകുതി മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി നമ്മൾ പുളി പിഴിഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ള പുളി യൂസ് ചെയ്യാം. ഞാനിവിടെ വാളംപുളിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുടംപുളി ആണെങ്കിൽ കുടംപുളി നമുക്ക് ഈ സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിള വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീനുകളൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ മീനൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കത് സിമ്മിലാക്കിയിട്ട് ഒരു 5-10 മിനിറ്റ് ആകുമ്പോൾ തന്നെ മീനൊക്കെ വെന്ത് കറിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ടാവും.
ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ വെളിച്ചെണ്ണയിലൊന്ന് തൂമിച്ച് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കത് അവിടെ അടച്ച് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചട്ടിച്ചോറ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ഒരു ലെയർ ചോറിട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഓരോ സാധനങ്ങളായിട്ട് നമുക്കിതിലേക്ക് നിരത്തി കൊടുക്കാം. ക്യാബേജ് തോരൻ, ചമ്മന്തി, അയില പൊരിച്ചത്, ചെമ്മീൻ പൊരിച്ചതും, പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഓംലെറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നടുക്കായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫിഷ് കറിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം ബീഫ് ഫ്രൈ അവിടെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നതാണ്. അതും കൂടെ ചൂടാക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പപ്പടം കൂടെ വെച്ചാൽ നമ്മുടെ ചട്ടിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.